ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇന്ന് വാങ്ങിച്ച് കഴിച്ചിരുന്ന ഒരു പാൽക്കോവയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെയാണ് പാൽക്കോവ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനായി ഞാനിവിടെ ഒരു ചട്ടി ആദ്യം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. പശു നെയ്യ് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ, അപ്പോഴാണ് അതിന് നല്ലൊരു സ്മെല്ലും ടെക്സ്ചറൊക്കെ കറക്റ്റ് ആവുള്ളൂ. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരട്ടെ. നെയ്യൊക്കെ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതിന്ന് ഇളക്കി കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ. ഇതിങ്ങനെ ഒരു 10 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ നമ്മൾ ചേർത്ത് കൊടുത്ത നെയ്യൊന്ന് റിലീസ് ആവുന്നത് വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. മൈദ ചേർത്ത പാടെ ഇത് കട്ടായിട്ടായിരിക്കുക. നമ്മൾ 10 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് ലിക്വിഡ് ഫോമിലേക്ക് വരും കേട്ടോ. അപ്പോൾ അതാണ് നമ്മളെ കൺസിസ്റ്റൻസി എന്ന് പറയണത്. ഇതിൽ നമ്മൾ ചേർത്തൊടുത്ത നെയ്യൊക്കെ റിലീസാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നമ്മൾ ചേർത്ത പോലെ അല്ലല്ലോ, ഇതൊന്ന് ലിക്വിഡായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം കേട്ടോ. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ല ലിക്വിഡ് ഫോമിലാണ് ഇരിക്കുക, അത് കുഴപ്പമില്ല. നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുമ്പോൾ സെറ്റ് ആയിക്കോളും. ഇനി ഇത് നമുക്കൊന്ന് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ. നന്നായിട്ട് ചൂടാറണം. ഇത് തണുക്കാനായിട്ട് റൂം ടെമ്പറേച്ചർ തന്നെ ഇരുന്നോട്ടെ കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ 1/2 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചാൽ 1 കപ്പോളം പഞ്ചസാര കിട്ടും കേട്ടോ. ഇത് പൊടിക്കുന്ന സമയത്ത് 2 ഏലക്ക കൂടി ഇട്ട് പൊടിച്ചെടുത്തതാണ്. ഇനി ഇതൊന്ന് കുറച്ചായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര മുഴുവനായി ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിലൊരു സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ അതിലും നമുക്കിത് സെറ്റാക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് ഓയിൽ തടവിയിട്ട് വെച്ചാലും മതി. ഞാനിപ്പോൾ ഇവിടെ ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മൊത്തമായിട്ട് ഇതിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ നമ്മളിതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഒരു സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കുറച്ച് എണ്ണ തടവിയിട്ട് അതുകൊണ്ടൊന്ന് ഷേപ്പാക്കിയാലും മതി. ഇതിപ്പോൾ ഇവിടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിൽ വെക്കണ്ട കേട്ടോ, താഴെ തന്നെ വെച്ചാൽ മതി. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമ്മളിത് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഇതിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ, ഇത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പതുക്കെ വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ അടിപൊളിയായിട്ടുള്ള പാൽക്കോവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി ആട്ടോ. ഇത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പാലൊന്നും വേണ്ടല്ലോ, വെറും 3 ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ദിസ് ഈസ് ഷബാന സൈനിങ് ഓഫ്. ബൈ.